ഏവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അയോധ്യാകാണ്ഡത്തിലെത്തി. ഇവിടെ അയോധ്യാകാണ്ഡത്തിൽ ഗുഹനെ നമുക്ക് കാണാൻ സാധിച്ചു. ആ ഗുഹൻ്റെ സൗഹൃദത്തെ നമുക്ക് കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞ് കടത്തി വിടുന്ന സമയത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു. അതേസമയം അയോധ്യയിൽ നടക്കുന്ന ഒരു വിഷയം കൂടി വരുന്നതാണ്. അവിടെ അയോധ്യ നമുക്കറിയാം, മന്ദര വന്ന് നോക്കുന്ന സമയത്ത് അവിടെ അയോധ്യ ഗംഭീരമായി കൊടിതോരണങ്ങൾ അലങ്കരിച്ചുകൊണ്ട് ആഘോഷങ്ങൾക്ക് റെഡിയായിരിക്കുന്ന ആ അയോധ്യ ഇന്ന് ദുഃഖപൂരിതമായ ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ നിന്നും ആ ദശരഥൻ പോലും കൈകേയിയെ മാറ്റി നിർത്തി കൗസല്യ മാതാവിൻ്റെ അടുത്തെത്തി അവിടെ ശുശ്രൂഷാജനകമായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് പുരാവർത്തങ്ങളെ ആര് പറയുന്നത്? ദശരഥൻ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്കൊരു ശാപമുണ്ടായി എന്നും ആ ശാപത്തിൻ്റെ ഫലം ഇതാണ്, പുത്രൻ ജനിക്കാനും ആ പുത്രൻ ദുഃഖത്താൽ നീ മരണമടയും എന്നുള്ള ആ വാക്ക് തന്നെയാണ് ഇപ്പോൾ ഫലിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കുട്ടികളോട് പറയേണ്ട ഒരു കാര്യം, ആരോഗ്യമുള്ള സമയത്തും യൗവനത്തിലും നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതുപോലെ നമ്മുടെ വാക്കുകൊണ്ടുമെല്ലാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വേദനാജനകമായ വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന ചിലപ്പോൾ നമുക്ക് ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒരു മനസ്സുകൊണ്ടോ അവർ ശപിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപം നമ്മുടെ ജീവിത അനന്തരം നമ്മൾ അനുഭവിക്കും എന്നുള്ളത്. അത് നമുക്ക് ഇത്രയും ശക്തനായ ദശരഥൻ, ഇത്രയും രാജ്യ സംവിധാനമുള്ള ദശരഥൻ, ഇത്രയും വൈദ്യന്മാരുള്ള ദശരഥൻ, ഇത്രയും യാഗയജ്ഞങ്ങൾ നടന്ന ആ ദശരഥൻ്റെ രാജ്യത്ത് നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന ദശരഥനെ ഒരു ശാപം കൊണ്ട് ഒരാളെ തളർത്താൻ സാധിച്ചു, ഒരാളെ ശാപം കൊണ്ട് ഉയർത്താൻ സാധിച്ചു, ഒരാളെ ശാപം കൊണ്ട് തളർത്താൻ സാധിച്ചു അല്ലേ? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശാപം കൊണ്ട് ഉയർത്തി, തെറ്റ് ചെയ്തു അവിടെ ശിക്ഷിച്ചു, അതിൽ നിന്നും മോക്ഷം കിട്ടുമെന്ന് ഗൗതമൻ അഹല്യയോട് പറഞ്ഞു. പക്ഷേ ഇവിടെ ശാപത്തേക്കാൾ പ്രധാനം പുത്രൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് ശാപം കിട്ടി, പുത്രൻ ജനിക്കാനുള്ള ഇത് കിട്ടി. അങ്ങനെ ആ പുത്രനെ ജനിപ്പിച്ച് ആ പുത്രദുഃഖത്താൽ മരണം സംഭവിക്കുമെന്ന് പറയുന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ആ അച്ഛനമ്മമാരുടെ പുത്രദുഃഖം തനിക്ക് വന്നപ്പോഴാണ് പൂർവവൃത്തത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആനയാണ് വെള്ളം കുടിക്കുന്നത് എന്നോർത്ത് അവിടേക്ക് ശരമയച്ചപ്പോൾ അത് ശ്രദ്ധിക്കാതെ അസ്ത്രം ചെന്ന് കൊണ്ടത് കുടത്തിൽ വെള്ളമെടുക്കുന്ന ഒരു ബാലകന്റെ ശരീരത്തിലാണ്. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെറിയ കാലത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തങ്ങൾ നമ്മൾ ചെയ്യാൻ സാധിക്കണം. ഇന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു നേരത്തെ, കൗൺസിലിംഗ് സെൻറ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ വന്ന് കുട്ടികളുടെ മനോബലത്തെ അളക്കുന്നു, അവരുടെ മാനസിക നിയന്ത്രണത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു അല്ലേ? ഇവിടെ മറ്റു സ്വഭാവദൂഷ്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത് കൊണ്ടാണ് ലഹരിയോ മദ്യപാനമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ഒരു ചിന്താശക്തിയോ ഒരു കുട്ടിയുടെ മനസ്സിലേക്കോ ബുദ്ധിയിലേക്കോ വരുന്നത് കൊണ്ട് ആ കുട്ടി ചില സമയത്ത് അവർ ചെയ്യുന്ന തെറ്റ് പോലും ശരിയെന്ന് വെച്ചുകൊണ്ട് തർക്കിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ പിന്നീട് അവർക്കൊരു ദുഃഖമായി വരുന്നുണ്ട് അല്ലേ? അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്, ICUവിൽ കിടക്കുന്ന ആൾക്കാരെ ചെന്ന് ഒന്ന് കൈപിടിച്ച് നമ്മുടെ കൈയോട് ചേർത്ത് വെച്ച് അവരോട് ചോദിക്കണം, ജീവിതത്തിൽ എന്തെങ്കിലും നല്ലതും തെറ്റും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവരാദ്യം പറയുന്നത്, ഞാൻ നല്ലത് മാത്രമേ, ഒരാൾക്ക് പോലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളൊന്നും ചെയ്തിട്ടില്ല, മനസ്സുകൊണ്ട് പോലും ചെയ്തിട്ടില്ല എന്ന് പറയും. പക്ഷേ ഒന്ന് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ അതിശക്തനായ ആൾക്കാർ പോലും അറിയാതെ അല്ലെങ്കിൽ ആരുടെയോ വീക്ഷണത്തിൽ ചെയ്യുന്ന തെറ്റുകൾ പോലും അത് പിന്നീട് അവർക്ക് ദുരാവസ്ഥയിലെത്തുന്നു. അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അല്ലേ? സീതയെ കാട്ടിലേക്ക് അയച്ചപ്പോൾ ശ്രീരാമനെ മറ്റുള്ളവർ ദോഷമായിട്ട് അല്ലെങ്കിൽ ശ്രീരാമനെ തെറ്റ് പറഞ്ഞ ആൾക്കാരുണ്ടായി അല്ലേ?
അപ്പം അത് രാജധർമ്മമാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പലവർക്കും സാധിച്ചില്ല. സ്നേഹബന്ധത്തിൽ അങ്ങനെയൊക്കെ വലിയൊരു പ്രശ്നം വരും. അപ്പോൾ സ്നേഹബന്ധത്തിൽ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കേണ്ട ആളെ ശിക്ഷിച്ചില്ലെങ്കിൽ അവിടെ ആ ശിക്ഷ നടപ്പിലാക്കാൻ സാധ്യമാകുന്ന വ്യക്തിയെ ആര് വേണച്ചാലും ക്രൂശിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്, ചേറ്റൂർ ശങ്കരൻ സാർ എന്ന് പറയുന്ന വ്യക്തി. അപ്പം അദ്ദേഹം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന് ഇത്രയും പ്രബലമാക്കി കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് മുന്നോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത ഗുണങ്ങളെല്ലാം നമുക്ക് പകർന്നു കിട്ടിയപ്പോൾ ഇന്ന് ഏറ്റവും നല്ല ഒരു വ്യക്തി നിർമ്മാണത്തിൽ അദ്ദേഹം പണ്ട് മുതലേ തൻ്റെ കുടുംബത്തിൽ ജീവിതം വളരെയധികം ത്യാഗപൂർണമായിരുന്നു. ഇപ്പോഴും നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെ മുന്നിലിരിക്കുന്ന ആ വിളക്ക്, തട്ടുവിളക്കുകളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ആ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ വിളക്ക് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തോടു കൂടിയാണ് ലൗകിക ജീവിതത്തെ അദ്ദേഹം സ്വീകരിക്കുകയും സമൂഹത്തിന് രാഷ്ട്രബോധത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള കരുത്ത് കിട്ടുന്നത് സ്വന്തം ഗൃഹത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുതന്നെയാണ് തപോവന സ്വാമികളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ഓരോ മഹാപുരുഷന്മാർ നമുക്ക് രാമായണത്തെ നമുക്ക് കാണാൻ സാധിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറയണ്ടായി, പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ പാലക്കാട് ജന്മമെടുക്കാൻ നമുക്ക് സാധിച്ചത് കൊല്ലങ്കോടിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലിരുന്നു കൊണ്ട് 95 വയസ്സിലും ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യമെഴുതിയ മഹാപണ്ഡിതനെ നമുക്ക് കാണാൻ സാധിക്കണം. അവരുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നൊക്കെ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ പലരുടെയും ജീവിതം അവർ പഠിക്കുന്ന, അവർ പെരുമാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ആചാര്യന്മാർ, ഗുരുക്കന്മാർ, സന്യാസിമാർ ഉപദേശിക്കുന്നതനുസരിച്ച്, അവരുടെ ജീവിതത്തിലെ കുടുംബാംഗങ്ങൾ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും വിജയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പം ഇവിടെയും ആ ഭരതൻ മനസ്സിലാക്കി സ്വപ്നം കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഭരതൻ സ്വപ്നം കാണുന്നു, തൻ്റെ അച്ഛൻ ഒരു ചാണകക്കുഴിയിലേക്ക് വീഴുന്നതായിട്ട് കാണുന്നു. എൻ്റെ അച്ഛൻ എന്തോ സംഭവിച്ചു എന്ന് ഉറങ്ങിക്കിടന്ന ഭരതൻ ഞെട്ടി ഉണർന്ന് ഉടനെ തന്നെ കേകയ രാജ്യത്ത് നിന്നും തൻ്റെ അയോധ്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞ ആ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ദശരഥനും ശത്രുഘ്നനും ഇല്ലാത്ത സമയത്താണ് എന്ത് ചെയ്തത്? യുവരാജ പട്ടാഭിഷേകം നടത്തിയത്. അത് മാത്രമല്ല, രാമൻ വനവാസത്തിലേക്ക് പോവാൻ സാധ്യത ആകുന്നതും ഭരതനില്ലാത്ത സമയത്താണ്. എങ്ങാനും ഭരതൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഭരതൻ ചിലപ്പോൾ കൈകേയിയോട് നിഷ്കർഷിച്ച് പറയുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാനും ശ്രീരാമൻ്റെ കൂടെ പോകുമെന്ന് പറയുമായിരുന്നു. അത് ആ സന്ദർഭവശാൽ അതുണ്ടായില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവിടെ നിന്നും തീരെ ശരീരം ക്ഷയിച്ചുപോയി മരണത്തിലേക്ക് എത്തുന്ന ആ പുരാവൃത്തം ദശരഥൻ്റെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. അപ്പോൾ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് പറഞ്ഞ രത്നാകരൻ്റെ ഭാര്യ പറഞ്ഞ ഓരോ വാക്കുകളും ഇതിൽ പ്രാവർത്തികമാക്കുന്നു, അല്ലേ? ഒരു പക്ഷി വേടൻ്റെ അമ്പേറ്റ് അവിടെ പെടഞ്ഞു മരിച്ചപ്പോൾ കൂടെയിരുന്ന പെൺപക്ഷി കരഞ്ഞ് ആ ദുഃഖത്തെ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഭരതൻ ഞെട്ടി ഉണരുന്നു. ഇവിടെ അച്ഛൻ്റെ മരണം നടക്കുന്നു. തൻ്റെ മക്കൾ ആരും അടുത്തില്ലാതെ മരണം നടക്കുന്ന അച്ഛനെ നമുക്ക് കാണുന്നു. 4 പുത്രന്മാരുണ്ടായിട്ടും അവിടെ മരണം നടക്കുന്ന അച്ഛനെ നമുക്ക് കാണുന്നു. ദശരഥനെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു ശാപം ഫലിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ള ഭാഗത്തെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ദശരഥൻ്റെ മരണം അറിഞ്ഞുകൊണ്ട് അവിടെ ദൂതൻ എത്തുന്ന സമയത്ത് തന്നെ ഭരതൻ ഞെട്ടി ഉണർന്നതുകൊണ്ട് തിരിച്ചു വരാൻ തയ്യാറായി. അവിടെ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് മൂത്ത പുത്രനാണ് എന്നുള്ള സംവിധാനം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ആ എണ്ണത്തോണിയിലാക്കി അച്ഛൻ്റെ ശരീരത്തെ എണ്ണയിൽ കടത്തി തോണിയിലാക്കി
ഭരതൻ ശ്രീരാമനെ ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭവും തൊട്ട് മുമ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു അയോധ്യ ശോകമോഹനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഭരതനെ കണ്ടാൽ ആർക്കെങ്കിലും ഇഷ്ടം വരുമോ? കാരണം ഭരതനില്ലാത്ത സമയത്ത് അല്ലേ, ആ ഭരതനില്ലാത്ത സമയത്ത് അച്ഛനോട് വാഗ്ദാനം ചോദിച്ച് വരം വാങ്ങിച്ച് ശ്രീരാമനെ അകറ്റി നിർത്തി. എന്തിനു വേണ്ടിയിട്ട്? ഭരതനെ രാജാവാക്കാൻ വേണ്ടി. എങ്ങാനും ഭരതൻ രാജാവായിട്ടിരുന്നെങ്കിൽ ശ്രീരാമനോടുള്ള എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങൾ കൂടുമായിരുന്നു, ശ്രീരാമൻ തിരിച്ചും കൂടുമായിരുന്നു. അപ്പോൾ ഭരതൻ ചിലപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് രാജ്യഭരണം നടത്തുക എന്ന് മാത്രമല്ലാതെ അവിടെ തമ്മിൽ നമുക്ക് ദോഷങ്ങൾ സംഭവിക്കുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമുക്ക് ബാഹുബലി എന്നൊരു സിനിമ വന്നു. ആ ബാഹുബലി സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ജ്യേഷ്ഠനെ, അതായത് സമൂഹത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്ത ആളെ രാജാവാക്കുകയും ബാഹുബലിയെ മന്ത്രിയാക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ആ മന്ത്രിസ്ഥാനത്തേക്ക് പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് രാജ്യത്തെ എല്ലാവരും അതിനനുസരിച്ച് താളവും ഘോഷവും നടത്തുന്നത് നമുക്ക് കാണാൻ സിനിമയിലൂടെ സാധിച്ചു അല്ലേ. അപ്പം അതേപോലെ ആവുമോ എന്നുള്ള ഭയപ്പാട് ഉള്ളത് കൊണ്ട് നമുക്കറിയാൻ സാധിക്കുന്നത് രാമനെ അകറ്റി നിർത്തണമെന്ന് കൗസല്യാമാതാവ് വീണ് കരയുന്നതെല്ലാം നമുക്ക് കാണുന്നത് കൈകേയിയുടെ സ്വാർത്ഥ ചിന്തകൾ കൊണ്ടാണ്. അപ്പോൾ ആ സ്വാർത്ഥ ചിന്തകൾ നമുക്ക് ഇവിടെ ഭരതൻ വരുന്ന സമയത്ത് കൈകേയിയെ ആദ്യം കാണുന്നു. അവിടെ നിന്നും ഭരതൻ എത്തി എന്നറിഞ്ഞപ്പോൾ കൈകേയി ഓടി വന്ന് സ്വീകരിച്ച്, നിന്നെ യുവരാജ പട്ടാഭിഷേകത്തിലേക്ക് അച്ഛൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, അതിന് നീ തയ്യാറാവണം എന്നെല്ലാം പറഞ്ഞ് മകനെ ശ്രദ്ധ മാറ്റിയെടുത്ത് തയ്യാറെടുക്കുന്നു. അപ്പോഴാണ് വസിഷ്ഠൻ നടന്ന സംഗതിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ നിന്റെ അച്ഛനോട് അമ്മ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് നിന്നെ യുവരാജ പട്ടാഭിഷേകം നടത്തുവാനും ശ്രീരാമചന്ദ്രൻ സീതാലക്ഷ്മണ സമേതനായിട്ട് എവിടേക്ക് പോയി? വനവാസത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു കൊടുക്കും അല്ലേ. അപ്പോൾ ഒരാളെ അകറ്റി നിർത്തുന്ന സമയത്ത് മറ്റൊരാൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അവിടെ നിന്നും അച്ഛൻ മരിച്ചുപോയതിൻ്റെ ചടങ്ങുകൾ ചെയ്യണം, ഉടനടി രാജ്യത്തുള്ള എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ചടങ്ങുകൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഭരതൻ അതിനെ വിസമ്മതിച്ചുകൊണ്ട് കൗസല്യാമാതാവിൻ്റെ അടുത്ത് പോയപ്പോൾ ആ കൗസല്യാമാതാവ് വേദനാജനകമായിട്ട് ഭരതനോട് കാര്യങ്ങൾ പറയുന്നു. എൻ്റെ മകനെ കാട്ടിലേക്ക് അയച്ചിട്ട് വേണോ നിനക്ക് രാജാധികാരം കിട്ടാൻ? അപ്പോൾ ആ സമയത്ത് തന്നെ ഭരതൻ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അമ്മേ ഇതെല്ലാം എൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നത്, ഇതെല്ലാം ഞാൻ നേടിയെടുക്കുക സാധിക്കുക അല്ലെങ്കിൽ നേടിയെടുക്കാൻ യാതൊരു താല്പര്യവുമില്ലാത്ത ആളാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞ് ആ കൗസല്യ മാതാവിൻ്റെ കാല് പിടിച്ച് കരയുന്ന ഭരതനെ കാണുമ്പോഴാണ് തൻ്റെ വാക്കുകൾ കൊണ്ട് എങ്ങാനും ഭരതന് വിഷമം അനുഭവിച്ചിട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് യാതൊരു ദോഷവും വരാതിരിക്കാൻ ഞാൻ ഈശ്വരനെ ഭജിച്ചു കൊള്ളാം എന്ന് പറയുന്ന കൗസല്യ മാതാവിൻ്റെ ആ ഒരു മനസ്സിനെ നമുക്ക് കാണാൻ സാധിക്കണം. ചിന്തിച്ചു നോക്കൂ. ഞാൻ നേരത്തെ കൂട്ടി പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സിൽ ഒരാൾ തെറ്റുകാരനാണെന്ന് മുദ്ര കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൽ ആ തെറ്റ് മാത്രം നിർത്തിക്കൊണ്ട് ആ തെറ്റുകാരനെ കാണുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണിച്ചു തരുന്ന ഓരോ സന്ദർഭങ്ങളും മാറ്റിയെടുത്ത് നമ്മുടെ ജീവിതത്തെ വളരെയധികം ശ്രേഷ്ഠമാക്കിയെടുക്കാനാണ് രാമതത്വത്തെ നമ്മുടെ മുന്നിൽ സീതാ രാമായണമായിട്ട് അല്ലെങ്കിൽ നാരദ രാമായണമായിട്ട് വാൽമീകി രാമായണമായിട്ട് എഴുത്തച്ഛൻ്റെ രാമായണമായിട്ടെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കമ്പരാമായണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൃതികൾ നമുക്ക് മുന്നോട്ട് തന്നത് നമ്മൾ ഇത് പഠിച്ച് സ്വായക്തമാക്കി സ്വന്തം ജീവിതത്തിൽ പകർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പം ഭരതനെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുന്ന കൗസല്യ മാതാവിനെ നമുക്ക് കാണാം. അവിടെ ദേഷ്യപ്പെട്ടുകൊണ്ട് അമ്മയെ പോലും വധിക്കാൻ തയ്യാറാവുന്ന ആരെ കാണാം?
ഭരതനെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിന്റെ മനസ്സും നിന്റെ ശരീരവും നിന്റെ ബുദ്ധിയും ക്ഷയിച്ചു പോയോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കാമമോഹിതമായോ, നിനക്ക് ആഗ്രഹങ്ങൾ കൂടിയോ എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ശാസന നടത്തുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഭരതന്. അങ്ങനെയുള്ള ഭരതൻ വസിഷ്ഠനിൽ നിന്നും ആജ്ഞ സ്വീകരിച്ച് എല്ലാവരെയും ചേർത്തുകൊണ്ട്, അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൈകേയിയെ പോലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് അവിടെ വനവാസത്തിലേക്ക് ഗുഹന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോഴും ചിന്തിക്കണം, ആ രാമനോടുള്ള താല്പര്യം ഇത്രയും ഉണ്ടായിരുന്നു, ജ്യേഷ്ഠനോടുള്ള ആ ഭക്തി നമുക്ക് കാണിച്ചു തരുന്നത് ആരാണ്? ഭരതനാണ് അല്ലേ? ആ ഭരതൻ ഗുഹനോട് ചോദിക്കുന്നു, എൻ്റെ ജ്യേഷ്ഠൻ എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത്, ജ്യേഷ്ഠൻ ഇവിടെയാണ് എത്തിയത്, ഇവിടെയാണ് ഇരുന്നത്, ഇവിടെയാണ് കിടന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം മരവുരി ധരിച്ചുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ രാജവേഷങ്ങളെല്ലാം, കിരീടങ്ങളെല്ലാം മാറ്റി, തൻ്റെ പടച്ചട്ടകളെല്ലാം മാറ്റി, വസ്ത്രം അതുപോലെ ധരിച്ച്, ശ്രീരാമനെ പോലെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ മണ്ണിൽ കിടന്നുരുളുന്ന ആരെ കാണാൻ സാധിക്കും? ഭരതനെ കാണാൻ സാധിക്കും അല്ലേ? ആ ഗുഹനെ ആലിംഗനം ചെയ്തപ്പോൾ ആ ഗുഹനെ ആലിംഗനം ചെയ്യാൻ സാധിക്കുന്നു. കാരണം എൻ്റെ ജ്യേഷ്ഠൻ രാമൻ അങ്ങയുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മണ്ണിൽ കടന്നിട്ടുണ്ടെങ്കിൽ, ആ മണ്ണിൻ്റെ സ്പർശനം കൊണ്ട് തന്നെ ഞാൻ എന്തായി? അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായി എന്ന് ചിന്തിക്കാം അല്ലേ? അങ്ങനെയുള്ള ഭരതൻ തിരിച്ച് കാണിച്ചു കൊടുക്കുന്നു ചിത്രകൂടത്തിലേക്ക്. ആ ചിത്രകൂടത്തിലിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഗുഹൻ അവിടെ വഴി കാണിച്ചു കൊടുക്കുന്നു, ഇന്ന വഴിക്കാണ് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടേക്ക് രഥമോടിച്ചുകൊണ്ട് പോകുന്ന ഭരതനെ നമുക്ക് കാണാം. ആ ഭരതൻ ചിത്രകൂടത്തിൽ എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ ലക്ഷ്മണൻ, ദൂരെ നിന്നും മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ലക്ഷ്മണൻ കാണുകയാണ്. ആരെല്ലാമോ വരുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ആരാണെന്നറിയാൻ വേണ്ടി മരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ അവിടെ അയോധ്യയുടെ കൊടി, രഥത്തിൻ്റെ മുകളിൽ കൊട്ടിയ കൊടി കാണുന്നു. ആ കാണുന്ന കൊടിയെ കണ്ടപ്പോൾ തിരിച്ചിറങ്ങി വന്ന്, അല്ലയോ ശ്രീരാമ, അല്ലെങ്കിൽ ജ്യേഷ്ഠ, വീണ്ടും ഭരതൻ നമുക്ക് തിരിച്ചു വരികയാണ്. നമ്മളെ ഈ കാട്ടിൽ പോലും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരുമായി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് വാളൂരിക്കൊണ്ട് ഭരതനെ ഞാനിപ്പോൾ വധിക്കാമെന്ന് പറഞ്ഞ് വാളൂരി നിൽക്കുന്ന ആ ലക്ഷ്മണന്റെ മുന്നിൽ വീണ്ടും ഉപദേശം കൊടുക്കുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? വന്ന് ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് വന്ന വ്യക്തി ആരാണ്, എന്തിനാണ്, എങ്ങനെയാണ്, എന്താവശ്യത്തിനാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവരെ ചിന്തിച്ചു കൂട്ടിയാൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തലത്തിലേക്കാണ് വരിക, പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അവിടെ ദൂരെ നിന്നും ശ്രീരാമചന്ദ്രനെ കാണുന്ന ഭരതൻ, ആ കാണുന്ന മാത്രയിൽ തന്നെ യോഗ പട്ടാഭിരാമനായിട്ട് നമുക്ക് ശ്രീരാമനെ ഭരതൻ കാണുന്നു എന്നാണ്. അതായത് ഇടത്തേക്കാൽ മടക്കി വെച്ച് വലത്തേക്കാൽ ചോട്ടിലേക്കിട്ട് ഒരു ദേവതാ സങ്കല്പം നമുക്ക് കാണിച്ചു തന്നാൽ അല്ലേ? ഇപ്പം നമുക്ക് ധർമ്മശാസ്താവിൻ്റെ ഇരിക്കുന്ന രൂപത്തെയൊക്കെ കാണുമ്പോൾ യോഗ പട്ടാഭിരാമനായിട്ട് നമുക്ക് ആരെ കാണാൻ സാധിക്കും? ശ്രീരാമചന്ദ്രനെ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് ഇവിടെ ചിന്തിക്കാം. ആ യോഗ പട്ടാഭിരാമൻ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയായിട്ട് ശ്രീരാമനെ കാണുന്നു. തൻ്റെ ഗുരുസ്ഥാനത്ത് ആ ജ്യേഷ്ഠനെ കാണുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാം. അങ്ങനെയുള്ള ഭരതൻ ഉടനെ ചെന്ന് നമസ്കരിച്ചു കൊണ്ട് ശ്രീരാമനെ തിരിച്ച് തൻ്റെ അച്ഛൻ്റെ പിതൃകർമ്മങ്ങൾ നടത്തുവാനും, ആ പിതൃകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ രാജഭരണം നടത്തണം, എനിക്ക് രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസനായി നിന്നുകൊള്ളാമെന്ന് പറയുന്ന ഭരതനെ നമുക്ക് കാഴ്ചവെക്കുന്നു എന്നുള്ള. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠമായ 4 പുത്രന്മാരെ ജനിപ്പിച്ച
ദശരഥന് കിട്ടിയ അനുഭവങ്ങൾ നമുക്ക് ചിന്തനീയമാണ്. കൗസല്യയ്ക്കും കൈകേയിക്കും സുമിത്രയ്ക്കും കിട്ടിയ ക്ഷമത നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞ് ശ്രീരാമൻ തത്വബോധങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഭരണ നിപുണനാം ഭരതന് ഭരണകാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. നീ തന്നെ ഭരിക്കണമെന്നുള്ള ആത്മബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. ആ ഒരു സമർത്ഥൻ ചെയ്യേണ്ട കാര്യകർത്താവ്, നമ്മൾ സ്വഭാവ രൂപീകരണത്തിൽ പറഞ്ഞു സമർത്ഥനാണ് ശ്രീരാമൻ്റെ സ്വഭാവം എന്നുള്ള. ആ സമർത്ഥൻ ആ കാലഘട്ടത്തിൽ എന്താണോ തൻ്റെ അനുജന് നൽകേണ്ട ഉപദേശങ്ങൾ അത് കൃത്യമായി നൽകുന്നു അല്ലേ. ഒരനുജന് ഉപദേശം കൊടുത്തുകൊണ്ട് അവൻ്റെ മനസ്സിനെ ദേഷ്യത്തിൽ നിന്നും വാശിയിൽ നിന്നും മറ്റുള്ളവരെ വധിക്കാനുള്ള ശേഷിയിൽ നിന്നും എല്ലാം മാറ്റിയെടുത്ത് ഉപദേശ സംഹിത നമുക്ക് പല ഭാഗത്തായിട്ട് ലക്ഷ്മണ ഉപദേശം നമുക്ക് കാണാം. ഇവിടെ ഭരതന് കൃത്യമായി ഈ ഭരണം നടത്തുവാനുള്ള പ്രാവീണ്യത്തെ അവിടെ ആര് പറഞ്ഞു മനസ്സിലാക്കുന്നു? ശ്രീരാമചന്ദ്രൻ പറഞ്ഞു മനസ്സിലാക്കുന്നു. അപ്പൊ അവിടെയാണ് യോഗ പട്ടാഭിരാമൻ എന്ന് കാണുന്ന ശ്രീരാമന്റെ ഒരു രൂപത്തെ നമുക്ക് എഴുത്തച്ഛൻ രാമായണത്തിലൂടെ നമുക്ക് കാണാം. എഴുത്തച്ഛൻ്റെ രാമായണം നമുക്ക് അത്രയും ശ്രേഷ്ഠമായിട്ട് നമുക്ക്. അപ്പൊ ദൂരെ നിന്നും കാണുന്ന സമയത്ത് തന്നെ ശ്രീരാമനെ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീര് കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയി. അതിനിടയിലൂടെയാണ് ശ്രീരാമനെ കാണുന്നത് അല്ലേ. അപ്പൊ നമ്മളൊക്കെ ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂർ വരെ ചെന്നെത്തും. അവിടെ എത്തുന്ന സമയത്ത് നമ്മുടെ ദുഃഖം കൊണ്ട് ആ കണ്ണീര് കണ്ണിലേക്ക് വന്ന് ആ കൃഷ്ണന്റെ രൂപത്തെ അല്ലെങ്കിൽ ആ വെളിച്ചത്തെ ചിലപ്പോൾ നമ്മൾ ഒരു നിമിഷമാണ് കണ്ണിലേക്ക് എടുക്കുക. അപ്പം തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു കാണും അല്ലേ. എന്നിട്ടോ നമ്മൾ തിരിച്ചു വന്ന് ആ കണ്ണീരൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ പറയും, അയ്യോ ഒന്ന് കാണുമ്പോഴേക്കും എൻ്റെ ദുഃഖങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ നിന്നും കണ്ണിലേക്ക് വന്നു. കണ്ണീരായിട്ടാണല്ലോ ഭഗവാനെ ഞാൻ നിന്നെ കാണുന്നത് അല്ലേ. നമ്മുടെ കണ്ണീരൊപ്പാനുള്ള ഒരു ദേവതാ സങ്കല്പമാണ് നമ്മൾ ഉപാസിക്കുന്ന ക്ഷേത്രങ്ങളിലിരിക്കുന്ന മൂർത്തിമത് ഭാവം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നു ഭരതനോട്, അല്ലയോ ഭരത അല്ലെങ്കിൽ അനുജ, നീ കൈകേയി മാതാവിനെ ഒരിക്കലും വെറുക്കരുത്, ഒരിക്കലും ശാസിക്കരുത്, ഒരിക്കലും നിന്ദിക്കരുത്, ഒരു കാരണവശാലും വാക്കുകൊണ്ട് വേദനിപ്പിക്കരുത് എന്നെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നു. കാരണം എൻ്റെ നിയോഗം എന്ന് പറയുന്നത് വനവാസമാണ്, അത് ഞാൻ നടത്തുക തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു തത്വസമീക്ഷ നമുക്ക് പറഞ്ഞു തരുന്നത് ഭരതരാഘവ സംവാദത്തിലൂടെയാണ്. അപ്പോൾ ഈ ഭരതരാഘവ സംവാദം ജ്യേഷ്ഠൻ അനുജന്മാർ നിത്യജീവിതത്തിൽ കാണിച്ചു കൊടുക്കാനുള്ള മനോനിയന്ത്രണം നമുക്കുണ്ടാവണം. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്ര സ്വാമിയെ നമുക്ക് നമിക്കാം, നമസ്കരിക്കാം. നമസ്കാരം.